ഹലോ ഗൈസ്, ഒരു രസകരമായിട്ടുള്ളൊരു പടം കണ്ടു. ഈ പടം കാണാനുള്ള കാരണം വേറെ ആരുമല്ല, അപ്പൻ എന്ന് പറയുന്ന മൂവി ഡയറക്ടർ മിസ്റ്റർ മജു. അതെ, പുള്ളിക്കാരൻ്റെ പടമാണ് പെരുമാണി. കംപ്ലീറ്റ്ലി ആ അപ്പൻ എന്ന് പറഞ്ഞ ജേണർ അല്ല, ആ ജേണറിനൊക്കെ ടോട്ടലി മാറിയിട്ട് വേറൊരു ലൈൻ പടം. 2024 ഇറങ്ങിയ പടമാണ്, തിയേറ്റർ റിലീസായിരുന്നു. നിങ്ങൾക്ക് ഈ നാടോടി കഥ, ഈ മുത്തശ്ശി കഥ, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അതേ ലാഘവത്തോടെ രസകരമായിട്ടിരുന്ന് കാണാൻ പറ്റിയ നൈസ് പടം. ശരിക്കും ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാർട്ടൂൺ കാണുന്ന പോലെ, അവർ ഓരോ ക്യാരക്ടേഴ്സിനെയും പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാരിക്കേച്ചർ പോലെയാണ്. അതിൻ്റെ ഒരു ഫ്രെയിംസും ആ എടുത്തിരിക്കുന്ന രീതി, എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പടത്തിനകത്ത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ഈ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, പിന്നെ ലുക്മാൻ, ഇവരും പിന്നെ ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാം പെർഫോമൻസ് അടിപൊളിയാണ്. വിനയ് ഫോർട്ടിൻ്റെ പെർഫോമൻസ് കിടിലമാണ്, അടിപൊളിയാണ്. നമ്മളെ പുള്ളിയുടെ ആ ഒരു മീശയുടെ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി, ഒരു 1-2 ഇൻ്റർവ്യൂസിലൊക്കെ. എനിക്ക് തോന്നുന്നു സാറ്റർഡേ നൈറ്റിൻ്റെ എന്തോ ഇൻ്റർവ്യൂവിനൊക്കെ എന്തോ പുള്ളി വന്നിരുന്നപ്പോൾ ഒരുപാട് വിവാദമായ ഒരു ലുക്കായിരുന്നു. സോ ആ ലുക്ക് ഈ പടത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരിക്കലും ഒരു ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് കണ്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ മൂവി എന്നല്ല ഞാൻ പറയുന്നത്. വളരെ രസമാണ് ഈ പടം, രസകരമായിട്ടിരുന്ന് കാണാം. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾ ഇബിലീസ് മൂവി കണ്ടിട്ടുണ്ടോ? സോ ആ മൂവി പോലത്തെ ഒരു ലൈനാണ് ഈ പടം. എനിക്ക് ആ പടം പേഴ്സണലി കുറച്ച് ഇഷ്ടമായ ഒരു മൂവി ആട്ടോ. ആ പടം ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു മൂവിയാണ് ഈ പെരുമാണി എന്ന് പറയുന്നത്. നല്ല പടമാണ്, എന്തായാലും കണ്ടു നോക്ക്. OTT റിലീസായിട്ടുണ്ട്. ഓക്കെ.